ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എന്താ നിലവിലെ ഒരു നിസ്സഹായ അവസ്ഥയെ പറ്റിയും അല്ലെങ്കിൽ ഈ സീസണും നമ്മളൊരു ട്രോഫി ഇല്ലാത്ത സീസണായിട്ട് അവസാനിക്കുമോ എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമ്മളുടെ ഷീൽഡ് റേസിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. നമ്മൾ സൂപ്പർ കപ്പ് നമ്മൾ കാഷ്വലായിട്ട് അപ്രോച്ച് ചെയ്ത് അതിന്റെ കാര്യത്തിൽ നേരത്തെ ജനുവരിയിലെ തീരുമാനമായതാണ്. അതുപോലെ തന്നെ ഡുറൻ കപ്പ് ഒക്കെ ഒരു ടൂർണമെന്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടില്ല. ഇനി ആകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നത് ISL ട്രോഫി ആയിരുന്നു. പക്ഷേ നിലവിലെത്തിയ ഒരു സാഹചര്യത്തിൽ ISL ട്രോഫിയും ഈ സീസണിൽ ഒരു സ്വപ്നമായി തീരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ തെളിഞ്ഞു വരുന്ന കാര്യം. നമുക്ക് കുറച്ച് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ലൂണ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോഴത്തേക്കും തിരിച്ചു വരും എന്നൊക്കെയുള്ള പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇപ്പോൾ വരുന്നു എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിമിക്ക് ഇപ്പോൾ ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഒരു ടീമിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു ഫിസിയോ ടീംസ് എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് മാനേജ്മെന്റ് തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഉള്ളിൽ തന്നെ അത് ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തേണ്ടതാണ്. അതിലും ദിമിക്ക് കൂടി ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഫെഡറിന് ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല എന്നൊക്കെയുള്ള നിലയിലാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ദിമി മിക്കവാറും 2 വീക്സ് വരെയൊക്കെ ഔട്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഏപ്രിൽ 15-നാണ് ലീഗ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ അവസാനിക്കുന്നത്. ഇനി ഏതാണ്ട് ഇപ്പം 10 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിനുശേഷം, അല്ലെങ്കിൽ ഒരു 10-12 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മളുടെ പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ദിമി അവൈലബിൾ ആകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത്. ദിമി ഇല്ലെങ്കിൽ അറിയാമല്ലോ, നമുക്ക് അറിയാം വളരെ ക്ലിനിക്കലായിട്ടുള്ള ഒരു ഫിനിഷറാണ്. നമുക്ക് ദിമി എപ്പോഴും പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു നിലവിലെ ഒരു സാഹചര്യത്തിൽ. ഇപ്പം ഓൾറെഡി നമ്മളൊരു എവേ മത്സരമാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഹോമിൽ എന്ന പോലെ, ഇപ്പം ഹോമിൽ കഴിഞ്ഞ മത്സരം തോറ്റെങ്കിൽ നമ്മൾ എപ്പോഴും ഹോമിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈവൻ ഒഡീഷ ആണെങ്കിലും അല്ലെങ്കിൽ ഗോവ ആണെങ്കിലും അവരുടെ ഹോമിൽ പോയി ജയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു ദിമിയുടെ ഒരു കാര്യം കൂടി വരുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നവോച്ച സിംഗ്. ഇതുവരെ ഡിസിഷൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ്, ഡയറക്റ്റ് ഫേസിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഡിസിപ്ലിനറി കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി ചിലപ്പോൾ ആളുകളൊക്കെ പറഞ്ഞേക്കാം എന്തിനു KBFCക്കെതിരെ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡിസിപ്ലിനറി കമ്മിറ്റി ഒരു 3 മാച്ചെങ്കിലും, ഞാൻ KBFC ഫാനാണ്, പക്ഷെ ആ ചെയ്ത ആക്ടിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റിൽ അദ്ദേഹം ഫേസിൽ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യകത ടീമിനെ മൊത്തത്തിൽ അത് ബാധിച്ചു. കാരണം ഞാൻ ജനുവരിയിലൊക്കെ പറഞ്ഞാണ് നമുക്കൊരു ലെഫ്റ്റ് ബാക്ക് ആവശ്യമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ആകെ നവോച്ചയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇനിയിപ്പം പ്ലേ ഓഫിലേക്കൊക്കെ വരുന്ന സമയത്ത് സന്ദീപിനെ അവിടെ കളിപ്പിച്ച് റൈറ്റിൽ പ്രീതത്തെ പ്രബീറിനെ കളിപ്പിക്കേണ്ട രീതിയിലേക്കൊക്കെ പോകും. ഇപ്പം ഇനി വരുന്ന മത്സരങ്ങളിലൊക്കെ ഹരിത്രാദാസിനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കളിപ്പിക്കാൻ പോകുന്നുണ്ടാകുക. സോ ഇതാണ് കാര്യങ്ങൾ. അതായത് ലൂണ തിരിച്ചു വരും, പ്ലേ ഓഫിലേക്കൊക്കെ എത്തും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ലൂണ ആദ്യ ലെവലിൽ തന്നെ സ്ഥാനം പിടിക്കുക എന്നൊക്കെയുള്ള നോക്കി കാണാനാണ്. കാരണം ഒരു ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ദിമിയുടെ ഒരു പ്രശ്നം വരുന്നത്, അതുപോലെ നവോച്ചയുടെ ഒരു സസ്പെൻഷൻ വരുന്നത്. ഇനിയുള്ള 2 മത്സരങ്ങളിലൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മാക്സിമം നമ്മൾ അവസരം കൊടുക്കാത്തവരെയൊക്കെ കളിപ്പിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പേടിയാണ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ, ഇനി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത്. സോ ഐ തിങ്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എലിമിനേറ്ററിൽ തന്നെ കഴിഞ്ഞ വർഷം സംഭവിച്ച പോലെ ഒരു തോൽവി നമ്മൾ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകളൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. പക്ഷേ നമുക്കറിയാലോ, ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം. നമ്മൾ നോക്കൗട്ട് ഫേസസിൽ എപ്പോഴും നമുക്ക് പെർഫോമൻസ് ഒക്കെ നടത്താൻ സാധിച്ചിട്ട് കഴിഞ്ഞൊരു നമ്മൾ ആ ഒരു വാക്കൗട്ട് ചെയ്ത ആ ഒരു മാച്ചിലാണെങ്കിൽ KBFC നന്നായിട്ട് പെർഫോം ചെയ്ത മാച്ചായിരുന്നു. അതല്ലാണ്ടുള്ള മത്സരങ്ങളൊക്കെ എടുത്താലും ചരിത്രത്തിൽ തന്നെ എടുത്താലും നമുക്ക് അതൊക്കെ ഉണ്ട്. സോ അതാണ് പറയാനുള്ളത്. അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമ്പോസ്റ്റ് സനിയ.